നമസ്കാരം. ഇന്ത്യയുടെ സ്വപ്നങ്ങളെ തകർക്കാൻ ചൈന കൂട്ടുപിടിച്ചതാരെയാണ്? ഇബ്രാഹിം റൈസിയുടെ മരണം ചൈനയിലേക്ക് കൂടി സംശയമുന നീളുന്നു എന്നുള്ളതാണ്. ആ നിധി ഇന്ത്യയുടെ കൈകളിൽ എത്തരുത് എന്നുള്ള ഷീ ജിൻപിങ്ങിൻ്റെ കുബുദ്ധിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. റൈസി ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാർ ഷീയെ പൊള്ളിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചൈനയുടെ പല പ്ലാനിങ്ങുകൾക്കും വിലങ്ങ് തടിയാണ് ചബഹർ ഇന്ത്യക്ക് നൽകിയ നീക്കമെന്ന് പറയപ്പെടുന്നത്. ചുറ്റും തുറമുഖങ്ങൾ കൊണ്ട് വേലി തീർക്കുന്ന ചൈനയ്ക്കുള്ള മറുപടിയായാണ് ഇന്ത്യ ചബഹർ തുറമുഖ നടത്തിപ്പിന് ഇറാനുമായിട്ടുള്ള കരാറുണ്ടാക്കിയത്. അതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. ഒപ്പുവെച്ചത് ഇതുവഴി മധ്യേഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ചരക്ക് ഗതാഗതത്തിൽ ചൈനയെയും പാകിസ്ഥാനെയും മറികടക്കാമെന്നുള്ള പ്രതീക്ഷയും ഇന്ത്യക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടുകൂടി ഈ കരാറിൻ്റെയും പാതയുടെയും ഭാവി എന്താകുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. എന്താവും പദ്ധതിയോടുള്ള പുതിയ ഭരണകൂടത്തിൻ്റെ സമീപനമെന്നതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനമെന്നുള്ളത്. ചബഹർ തുറമുഖം ഏറ്റെടുക്കുവാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2002 ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഹസൻ റുഹാനി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഖദാമിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവായിട്ടുള്ള ബ്രജേഷ് മിശ്രയുമായി ചർച്ച നടത്തിയിരുന്നു. 2003 ജനുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയിയും ഖദാമിയും ഒരു കരാറിൽ ഒപ്പിടുന്നു. എന്നാൽ ആ സമയത്താണ് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത്. അതോടെ ഇറാനുമായുള്ള ഇടപാടുകൾ ഉപേക്ഷിക്കുവാൻ ഇന്ത്യ നിർബന്ധിതരായി. ചബഹാർ അനിശ്ചിതത്വത്തിലുമായി. ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ 6000-ഓളം ഉപരോധങ്ങളാണ് ഇറാനുമേൽ US പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. പാക് മണ്ണിലൂടെയുള്ള ചരക്ക് നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് അസാധ്യമായതിനാൽ തന്നെ കടൽ മാർഗം യൂറോപ്പിലെത്തി അവിടെ നിന്നും കരമാർഗം മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ള ഒരു വഴി അതുമാത്രമേ ഇന്ത്യക്ക് മുന്നിൽ ഉള്ളൂ. എന്നാൽ ആ മാർഗം വരെ ചെലവേറിയതാണ്. അങ്ങനെയുള്ളപ്പോൾ അഫ്ഗാൻ ആവശ്യമായിട്ടുള്ള ചരക്കുകൾ എത്തിക്കുവാൻ ഇന്ത്യക്കുള്ള എളുപ്പ വഴി എന്ന് പറയപ്പെടുന്ന ചബഹാറാണ്. അതുകൊണ്ട് തന്നെ ചബഹാർ ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത് നിലവിൽ വരുന്നതോടെ വെട്ടിലാകുന്നത് ചൈനയുമാണ്. ഇന്ത്യക്ക് ചുറ്റും തുറമുഖങ്ങൾ തീർത്ത് ഇന്ത്യയെ കെണിയിലാക്കുവാനുള്ള ശ്രമത്തിലാണ് ചൈന ഇപ്പോൾ. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള ചൈനയുടെ തന്ത്രപരമായിട്ടുള്ള നയമാണ് ഈ സ്ട്രിംഗ് ഓഫ് പോൾസ്. സ്ട്രിംഗ് ഓഫ് പോൾസ് എന്ന് പറയപ്പെടുന്നത് ജിബൂട്ടിയിലെ സൈനിക താവളം ചൈന നവീകരിക്കുന്നു. ആ രീതിയിലൊക്കെ ഇടയ്ക്ക് പുറത്തു വന്ന പല വാർത്തകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയെടുത്തതാണ്. കടക്കണി തന്ത്രത്തിലൂടെയും ചൈന നല്ലൊരു പങ്ക് രാജ്യങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചബഹാറിൻ്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ എത്തുന്നതോടുകൂടി ഇന്ത്യയും ആ മേഖലകളിൽ വ്യക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കാനാകും. അങ്ങനെ ചൈനയ്ക്ക് മുകളിലേക്ക് എത്തും. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസിനെതിരെ മറുതന്ത്രവുമായി ഇന്ത്യ പുറത്തിറക്കിയ നെക്ലസ് ഓഫ് ഡയമണ്ട് നയത്തിൻ്റെ ഭാഗമായും ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കൂടാതെ ആധുനിക പട്ടുപാത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന ഷീ ജിൻപിങ്ങിൻ്റെ സ്വപ്ന പദ്ധതിക്കും അതിൻ്റെ ഭാഗമായിട്ട് നവീകരിച്ചിട്ടുള്ള പാകിസ്ഥാനിലെ ഗോദർ തുറമുഖത്തിനും ചബഹാറും INST തിരിച്ചടിയാണ്. INST സജീവമാകുമ്പോൾ അത് ചൈനയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് നിസ്സാരമല്ല. INSTയിലൂടെ ഇന്ത്യയുടെ ചരക്ക് നീക്കം വേഗത്തിലാകുന്നതും രാജ്യത്തിന് പദ്ധതിയിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നതുമൊക്കെ ചൈനയ്ക്ക് വെല്ലുവിളിയായി തീരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒപ്പം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് സാമ്പത്തിക ബാധ്യതയാകുമോ എന്ന് പേടിച്ച് ചില രാജ്യങ്ങൾ മാറി നിൽക്കുന്നതും ഈ ചൈനയ്ക്ക് തിരിച്ചടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ BRIയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ചെയ്തത്. കാരണം യൂറോപ്പിലെ വ്യാപാരികളെ സംബന്ധിച്ചും ആകർഷകമായിട്ടുള്ള ഒന്നാണ് ഈ INSTs. ഈ സൂയസ് കനാലിലൂടെയുള്ള വാണിജ്യ പാതയേക്കാൾ 15 ദിവസങ്ങൾ കുറവ് മതി INSTC വഴിയുള്ള ചരക്ക് നീക്കം. ആ സാഹചര്യത്തിലും ഇടനാഴി കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. നീണ്ടകാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ചബഹാർ തുറമുഖത്തിൻ്റെ ഷാഹിദ് ബഹസ്തി ടെർമിനലിൻ്റെ നടത്തിപ്പിനായിട്ട് ഇന്ത്യയും ഇറാനും കരാറൊപ്പിടുന്നത് പോലും അതിനു വേണ്ടിയിട്ടാണ്. 10 വർഷത്തേക്ക് ഇന്ത്യക്കാണ് നടത്തിപ്പ് ചുമതല നൽകിയത്. ഒരു വിദേശ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇറാൻ്റെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇറാനിയൻ തുറമുഖവും ചബഹാർ തന്നെയാണ്. കൂറ്റൻ ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് എത്താൻ കഴിയുന്ന മേഖലയാണിത്. തുറമുഖം സ്ഥിതി ചെയ്യുന്നതും അവിടെയായിട്ടാണ്. വലിയ ഇന്ധന നിക്ഷേപമുള്ള മേഖലയാണിത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.
ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനുമൊക്കെ ഈ തുറമുഖം സഹായകരമാകുമെന്നതാണ് കേന്ദ്ര തുറമുഖ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. ചബഹാറിൽ $120 മില്യൺ ഇന്ത്യ നിക്ഷേപിച്ചത്. തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിക്കായിട്ട് $250 മില്യൺ വായ്പയായി നൽകും. അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾക്കുള്ള കവാടമായി ഈ ചബഹാർ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളിൻ്റെയും ഇറാൻ ഗതാഗത മന്ത്രി മഹർസാദ് ബസർപാഷിൻ്റെയും സാന്നിധ്യത്തിൽ കേന്ദ്രത്തിന് കീഴിലുള്ള ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് കമ്പനിയും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻസുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ചബഹാർ കരാർ അട്ടിമറിക്കുവാൻ ചൈന എന്തും ചെയ്യും, എന്തും ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഇറാൻ എന്ന് പറയപ്പെടുന്ന നാടിൻ്റെ പ്രസിഡന്റ് അടക്കം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദുരൂഹതകൾ ഏറുന്നത്. ഇന്ത്യയുടെ സ്വപ്നങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ചൈന നടത്തിയ ഈ തട്ടിപ്പിൽ കൂട്ടുനിന്നത് ആരൊക്കെയാണ് എന്ന് വരും ദിനങ്ങളിൽ അറിയുവാൻ കഴിയും.